അതിനകത്ത് ലാഭം. ശേഖരൻ നായരുടെ വീട് അല്ലല്ല, അതല്ല. ശേഖരൻ നായരുടെ വീട്, ഹൗസ് ഹൗസ് കളിക്കാൻ നായുണ്ടാവോ അവിടെ? ഇല്ല, ഒന്നുമില്ല. താങ്ക് യു സാർ, താങ്ക് യു. മംഗലങ്കാവിലെ താലപ്പൊലി ഈ മാസല്ലേ? എന്താ ശേഖരേട്ട, അടുത്ത മാസല്ലേ? അടുത്ത മാസമാണോ? മറക്കുന്നു. ഞാൻ സ്വർണ്ണ വാങ്ങി തരില്ലേ? തന്നെ വേണ നിന്റെ മീൻ ചൂണ്ട പോരണ്ടവിടെ. ഓ നിന്റെ ചക്ഷം പണിക്ക് വരാമെന്ന് കണ്ടില്ലോ. പറയാ പണിക്ക് വിളിക്കുന്നു. എനിക്ക് മാറ്റി എനിക്കൊന്നും ഈ കൊള്ളി പിടിച്ചിട്ട് ചെല്ലടാ. പ്രിയപ്പെട്ട സരസയും ശേഖരനും അറിയുന്നത് വലിയേട്ടൻ എഴുതുന്നത്. ഒരുപാട് കാലമായി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അല്ല, നിങ്ങൾ ഇത്തരം വരെ വന്നിട്ട് കാലത്രയായി? എന്നെപ്പോഴും നാട്ടിൽ വരാറുള്ള ഷാരത്ത രാമചന്ദ്രൻ എന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയാറുള്ളത്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ?
अरे भाई वो फायदा नहीं, उसका फ्यूज खराब हो गया है। ഓ മലയാളിയാണല്ലേ, കാര്യമില്ല ചങ്ങാതി. സംഗതി കേടാ, ഒരാഴ്ച എത്ര കൂട്ടി വിളിച്ചാലും അങ്ങോട്ട് എത്തില്ല. ഞാൻ തോറ്റു. ഇല്ല കേട്ടിട്ടാവില്ല. പരമു ബെല്ല് നേരെയായിട്ട് നിന്റെ ചുമയാണല്ലേ? ആരീ പരമു? ഉപ്പുകാരൻ കുക്ക്. ഇവിടെ വേറെ ആരുമില്ലേ? ഓ ധാരാളം. ഇവരാരും കേട്ടിട്ടുണ്ടാവില്ലേ? അവർക്കവിടെ വേറെ എന്തൊക്കെ കാണാനും കേൾക്കാനുണ്ടാവും. അല്ല നിങ്ങളാരാ? ഞാൻ എടശ്ശേരിന്ന് വരിക. പേര് ഗോപാലൻ. അപ്പൊ ഇവിടെ എവിടെയാ താമസം? ഞാൻ വണ്ടി ഇറങ്ങി നേരെ വരികയാണ്. എന്താ കാര്യം? അത് പിന്നെ അതെ, പ്രശാന്ത് സാറിനെ കാണാനാണ് ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഓഫീസിൽ പോയാ മതി. അറിവ് കേട്ടോ, പക്ഷെ അതുകൊണ്ടായില്ല. പരമൂരവിടെ 100 കൂട്ടം പണിയല്ലേ. പ്രശാന്ത് സാറിനെ കാണാനല്ലേ? ആ, അദ്ദേഹത്തെ കാണണം. പിന്നെ ശേഖർ സാറിനെ കാണണോ? ആ, അദ്ദേഹത്തെയും കാണണം. അതെന്താ അങ്ങനെ ഒരു കാര്യം? ഞങ്ങള് ബന്ധുക്കളാ. ശേഖർ സാറിന്റെ ബന്ധുവോ? അതെ. എന്താ ബന്ധം? ആർ കെ ശേഖറിന്റെ ഭാര്യ എന്റെ അമ്മയുടെ അടുത്തിയാണ്. ആ, സരസമ്മ അമ്മയുടെ സ്വന്തം ചേച്ചിയോ? അതെ. വീട്ടില് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പുറത്ത് നിൽക്കണ അകത്തേക്ക് പൊക്കൂടെ ഇത്ര അടുത്ത് ബന്ധുവായിട്ട്? പക്ഷേ ഞാൻ ഒരു ആരും അറിയില്ല. അല്ല, മുമ്പ് ഒരിക്കൽ ഞാനും നിന്ന് അമ്മ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ ഓർമ്മയില്ല. അല്ല, നിങ്ങളുടെ തമ്മില് എന്തെങ്കിലും ഒരു വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. എന്തോ കഥ. ഞാൻ ചോദിച്ചതിന് വിഷമം തോന്നരുത്. ഇല്ല, കണ്ടിട്ടില്ല. അതെ, ഒന്ന് നിൽക്കൂ. ഇയാളെ കണ്ടോ? പ്രശാന്ത് സാറിനെ കാണാനാണെങ്കിൽ ഓഫീസിൽ പോയാൽ മതി. ശേഖർ സാറിന് ഭാര്യ നടക്കാൻ പോയിരിക്കുക, ഇപ്പൊ വരും. എന്തൊരു ധൃതി. എടോ, ഇയാള് കിടച്ചേരുന്ന വന്നേക്കണേ. അതെ, വരാം. എന്തൊരു സഞ്ചാരപ്പാ. ഇവിടെ നിന്നോളൂ, ഇപ്പൊ വരും. ഞാൻ പോട്ടേട്ടാ. അതെ, പാല് വെള്ളം പറയണ്ട. ഇല്ല. ആ തുരുത്തുപടവിലേക്ക് പണിക്കുള്ള ആളെ ഏൽപ്പിച്ചോ എന്ന് ചോദിക്കാൻ.
ഇനിയിപ്പോ ഞാൻ ഒന്ന് ഏൽപ്പിച്ചോളാം. അവിടെ ഞാൻ കഴിഞ്ഞ മേടത്തിൽ മേടിച്ച കാശ് ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. അടുത്ത 15 ചെയ്യാൻ പോരെ? എപ്പോഴും ഇങ്ങനെ എങ്ങനെയത്? ശരിയാക്കാം. വലിയ ബിസിനസ്സുകാരനാണെന്നും നല്ല സ്ഥിതിയിലാണെന്നും അറിയാൻ കഴിഞ്ഞു. കുട്ടികള് പ്രശാന്തും സജനയൊക്കെ വലുതായിട്ടുണ്ടാവും അല്ലേ? അതെ ഞാൻ ചേച്ചി കടശ്ശേരി വന്നേനല്ലേ പറഞ്ഞേ? അതെ ഒരു സാധനം ഇവിടെ വെച്ചെടുത്ത് കാണില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മുറിച്ചു മുറിച്ചാലും ചെയ്യണേ. അതിനിടയിൽ ഇവിടെ വെച്ചുകൊണ്ട് അവിടെ വെക്കാം, അവിടെ വെച്ചുകൊണ്ട് ഇവിടെ വെക്കാം. ഈ പണ്ടടങ്ങായിട്ട് ഓരോരോ പിശാച്ച്. അടുത്ത മാസം 10-ാം തീയതി മംഗളകാർക്ക് താല്പര്യം. അടുത്ത മാസം തോന്നുന്നുണ്ട്. എത്രാം തീയതി അറിയില്ല. അടുത്ത മാസം 10-ാം തന്നെയാ. ഞാൻ കലണ്ടർ നോക്കി. ഏമായിട്ടുണ്ടാവും താല്പര്യം. അറിയില്ല. എന്താ ചില വഴക്കൊക്കെ ഉണ്ട് പറയണ കേട്ടു. വഴക്കോ? എന്ത് വഴക്ക്? എന്താന്നറിയില്ല. പടിഞ്ഞാറ്റുമുറി 2 ഭാഗമാണെന്നൊക്കെ പറയണ കേട്ടു. എനിക്കറിയില്ല. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയ്യോ 5 ആന എങ്ങനെ ഉണ്ടാവും? കൂട്ടന്മാരാണ് സുഖമില്ലേ? മാരാർ കിടപ്പില്ല. കൂട്ടാനൊന്നും പറ്റില്ലേ? ഇല്ല പറ്റില്ല. കഷ്ടായോ? 131 ആനോട്ടുണ്ടായതാ. എനിക്കറിയില്ല. ഇങ്ങനെ അറിയാനാ? എനിക്കെന്നത് 11 വയസ്സിലേ ഉണ്ടാകുന്നു. അമ്മ ആനോടും ആനോടും മേളക്കാരും കച്ചവടക്കാരും കൂടി ഓടി വന്നു. അന്ന് ചെണ്ടെടുത്ത് ഓടുന്ന ഓട്ടത്തിനിടയിൽ കൂട്ടന്മാരാരുടെ വലത് കൈക്ക് സാരം പരിക്ക് പറ്റി. 3 മാസം ആശുപത്രിയിൽ കിടന്നത്. ആരായാലും അതൊക്കെ പോട്ടെ. അതൊക്കെ ഒരു കാലം. അല്ല താലപ്പിലായിട്ട് ഇങ്ങോട്ട് പോകാമേ? ഓ ഞാനേ ഓ ആ വല്യമാവൻ പറഞ്ഞ
I did not ring that bell. ഒരാള് വന്നു ഈ സ്വിച്ച് ശരിയാക്കി ബെല്ലടിച്ചു പോയി. എനിക്ക് ഇച്ചിരി കാശ് വന്നു അയാൾ എടുത്തോണ്ട് പോയി. അയാൾ രമേശാണെന്ന് എനിക്ക് അറിയില്ല. അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചല്ല. രമേശ് ആരാണെന്ന് അറിയാമോ? ടെന്നീസിലെ രാജാവാ. ആ സർവീസ്, ആ സ്മാഷ്, ആ മെജസ്റ്റിക്, വാട്ട് എ പെർഫെക്റ്റ് കോച്ച്. പിന്നെ പറഞ്ഞിട്ടെന്താ, പറഞ്ഞ സമയത്തിന് വരില്ല. 9:30 വരാന്നുള്ളതാ. ഇപ്പൊ 10:30 ആയില്ലേ? 10:30 ആയില്ലേ? എന്നും നേരം വൈകിട്ടാ വരിക. ഇന്ന് അരമണിക്കൂർ പോലും പ്രാക്ടീസിന് സമയം ഉണ്ടാവില്ല. 11:20 ടെലികാസ്റ്റ് തുടങ്ങില്ലേ? എന്താ അറിയില്ല, എന്നോട് എന്തോ അങ്ങനെ പറയാൻ വയ്യ. എന്നാലും എന്തോ ഒരു വിലയില്ലായ്മ, ഒരു അതൃപ്തി. ഉണ്ടോ? വരൂ. ഇനി നമുക്ക് വർത്തമാനം പറയാം. രമേശ് വന്നാൽ തീരെ മൈൻഡ് ചെയ്യില്ല. നമുക്ക് വളരെ സീരിയസ് ആയി കുറച്ച് ഡിസ്കസ് ചെയ്യാം. എന്നെ പറ്റി രമേശ് അറിയട്ടെ, അയാളില്ലെങ്കിൽ ഈ ഭൂലോകം ഒന്നും താഴെ പോവില്ല എന്നുള്ളത്. എന്താ പേര്? ഗോപാലൻ. ഞാൻ കിടശ്ശേരിന്ന് വരിക. ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. വളരെ ദൂര കേരളത്തില്. അതെ, എനിക്ക് കുടിക്കാനൊരു ഗ്ലാസ് വെള്ളം തരൂ. എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അവിടെയാണ് എന്റെ തലവാല്. കേട്ടിട്ടുണ്ടല്ലേ? എന്നീ തറവാട തന്നെയാ. അല്ലെങ്കിൽ രമേശ് വന്നിട്ടാകാം. സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാനാ
ഇല്ല. Why? ഏ? എന്തുകൊണ്ട്? അല്ല അതിന് ഞാൻ എങ്ങനെയാ സിനിമയിലോ സിനിമയിൽ അഭിനയിക്കണം. അതിനുള്ള height, weight, chest എല്ലാം ഉണ്ടല്ലോ. Except this dress. But ആരോഗ്യം you are perfect. സിനിമയിൽ വലിയ സൂപ്പർ സ്റ്റാർ ആകാം. ശബ്ദം കേൾക്കുന്നുണ്ടോ? രമേശ് വന്നാൽ വലിയ സിനിമ നടനെ പോലെ ആക്ട് ചെയ്യണം. അതെ എനിക്ക് സിനിമ നടനെ പോലെ അഭിനയിക്കണം. Don't worry. ഞാൻ പറയുന്നല്ലാതെ yes എന്ന് പറഞ്ഞാൽ മതി. യെസ് എന്നാ Yes, exactly. അതെ രമേശ് തന്നെ ചായ കുടിച്ചോളൂ. പതുക്കെ പതുക്കെ. Yes, I can understand. കൊല്ലത്തിൽ 365 ദിവസം ബിസി ആയ ഒരു സിനിമ നടന് ഒരു 10 മിനിറ്റ് ഫ്രീ കിട്ടിയാൽ റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ 5 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ഒരാളിന്റെ അതിഥിയായി വരുമെന്ന് പറയുന്നു. സജന സോറി ഐ ആം ലേറ്റ്. പാരീസിൽ എത്ര ദിവസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്? 3 ആഴ്ച അല്ലേ? യെസ് നോക്കൂ സജന, ഞാനിന്ന് വരുന്ന വഴിക്ക് നമ്മൾ മിസ്റ്റേക്ക് കണ്ടിരുന്നു. ചില ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിലൊന്ന് കയറി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് സജന. നമ്മൾ രണ്ടുപേരും ഭൂട്ടാൻ ഓപ്പണിലേക്ക് സെലക്ട് ആയിരിക്കുന്നു. രമേശ്, എന്നെ കളിയാക്കുകയാണോ? നോ സജന, ഞാൻ നിന്നെ കളിയാക്കും. ഇതാ ലിസ്റ്റ്. രമേശ്, സജന ഇരിക്കൂ രമേശ്. ഹലോ. ഇതിലെ മീമയുടെ പേരില്ലല്ലോ. she is not selected. Really? ഓ എന്തൊക്കെയായിരുന്നു വിൻപെറ്റൻ ചാമ്പ്യൻഷിപ്പ് അവരുടെ ഹാസ് ഇവരുടെ ചിന്തയില്ലേ? നോക്കൂ സജന, ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. ഇനി ഉഗ്രൻ പ്രാക്ടീസ്. ഞാൻ എന്നാൽ വേഗം പോയി റെഡിയായിട്ട് വരാം. ഓക്കേ. സോറി ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അപ്പൊ നമുക്ക് എന്താ പേര്? മോഹൻലാൽ. മോഹൻലാൽ ചായ കുടിച്ചില്ലല്ലോ. കുടിക്കണം, കുടിച്ചോളൂ. കുടിക്കണം. ടേക്ക് ഇറ്റ് മാൻ. കുടിക്കണം. കുടിക്കടാ. വേണ്ട. അല്ല കുടിക്കടാ. വേണ്ട. കുടിക്കടാ. വേണ്ട സജന. ഇന്ന് 15 minutes practice മതി. 11 മണിക്ക് telecast. Okay, come on. Gloria അങ്ങ് വെക്കാം. Come on. Oh, sorry.
തറവാട്ടുകൊടുത്തില്ലേ ആ മീൻ ചൂണ്ട അല്ല ഒരു മോനല്ലേ എത്രയല്ല പഠിക്കണേ? ഫോർത്തില്. അല്ല രണ്ടാളും കൂടി എങ്ങടാ പോണേ? അയ്യോ ഒന്ന് എന്താണല്ലോ, ബസ്സൊന്നും കിട്ടില്ല. അമ്മൂട്ടിയമ്മേ നടക്കേണ്ടി വരൂട്ടാ. ഈ വരുന്ന ഗോപാലിനെ നിങ്ങൾ അറിയോ? അമ്മുക്കുട്ടിയുടെ മകനാ. പ്രശാന്തന്റെ ഒപ്പാണ് ഗോപാലൻ. എന്താ തിന്നണേ? ഒരു കപ്പലണ്ടി ഉണ്ടായ കപ്പലണ്ടി മുട്ടായി കാലായി. എന്താ പേരെന്നാ പറഞ്ഞ? ഗോപാലൻ. പേരോ? കൈക്കുമ്പിള്. കൈക്കുമ്പിളിയാ? അതെ, ഞാനറിയില്ലട്ടോ. ആ ആരുടെ മകനാ? രാമകൃഷ്ണൻ നായരുടെ. ഇത് അമ്മൂമ്മയുടെ. ആ അതെ. ശരി. വല്യമാവൻ വല്യമാവൻ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. ആ ഇവിടെ തരാൻ ഒരു കത്തന്നെ തന്നിട്ടുണ്ട്. എന്താ വിശേഷിച്ച? അത് എനിക്ക് എന്തെങ്കിലും ഒരു ആ മനസ്സിലായി. വഴി ഉണ്ടാക്കാം. ആ രാമകൃഷ്ണൻ പറഞ്ഞോ ഇങ്ങോട്ട് പോന്നോളാൻ? അച്ഛനൊന്നും ഉണ്ടാവയ്യ. അച്ഛൻ കൊറേ കാലം കിടപ്പില. ന്യൂസ് പേപ്പർ. കഷ്ടായില്ലോ. അതെ അതെ അതാരാ? മാധവൻ നായർ തന്നെയല്ലേ ഇപ്പോഴും വെളിച്ചപ്പാടാ? അല്ല, മാധവനാരി മരിച്ചു. ഇപ്പൊ പരിയാത്ത കൃഷ്ണുക്കാരാ. എന്നാലും മാധവൻ നായരെ ഊറ്റുണ്ടാവില്ല. ഇപ്പൊ നിശ്ചയില്ല. ഇല്ല. ചെലമ്പെടുത്ത് തലയിലങ്ങോട്ട് മഴർന്ന കാണുമ്പോ ഇവിടെ അറിയില്ല ശരീരത്തിന് ആദ്യം ഒരു തരിപ്പൊന്നും കിട്ടില്ല. എനിക്കല്ലടോ മാധവൻ നായർക്ക് പൊട്ടാൻ. കേശവ പൊതുവാളുടെ തായമ്പക ഉണ്ടാവും അല്ലേ? കേശവ പൊതുവാളുടെ തായമ്പക എനിക്കറിയില്ല. പിണങ്ങി. ഇങ്ങനെ രാവിലെ താലപ്പൊലിക്ക് തായമ്പക കുട്ടിയില്ല അച്ഛാ. ഈ കൊല്ലം വേറെ തായമ്പകയെ കുട്ടില്ല എന്നാ കേശവ പൊതുവാൾ പറയാ. ദേശം വൈകിട്ടായി. മോനെ മോനെ കേശവ പൊതുവാളല്ലേ വലിയ വിളിക്കണല്ലോ. പ്രശംസ ഒന്നും ചായ ഉണ്ടാകട്ടെ. അതെ പരിപാടി. എന്തേ ഇവിടെ പരിപാടി
ആ, രണ്ടായാലും വലിയ മാറ്റം ഉണ്ടാവും വെച്ച് പറയല്ല. ആരുടെ മകനാന്ന് ചോദിച്ച രാമകൃഷ്ണൻ നായരുടെ മകനാന്ന് പറയണ്ട, അമ്മൂട്ടി അമ്മയുടെ അമ്മൂട്ടി അമ്മയുടെ മകൻ, അത്ര തന്നെ. നാരായണേട്ടാ, രാമകൃഷ്ണന്റെ മോനെ മാത്രം തുപ്പിടി സാഹിബാക്കിയാൽ മതിയാ. നീ എന്താ പറയണേ? അവൻ ഈ കൊല്ലം മോനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർക്കാൻ പോവാണ്. അതിനിപ്പോ എന്താ? അതെങ്ങനെയാ ശരിയാവാ? ഒരു വീട്ടിലെ രണ്ട് കുട്ടികൾ, ഒരാൾ ഇംഗ്ലീഷും പഠിക്കുക, ഒരാൾ മലയാളം പഠിക്കാന്ന് പറഞ്ഞാ നീ നിന്റെ ചെക്കനെ ഇംഗ്ലീഷ് സ്കൂളാക്കി ചേർത്തോ? എന്റെ ഈ ഉണക്ക ചാക്കട വെച്ച് ഞാൻ എങ്ങനെയാ അതൊക്കെ ചെയ്യാം? എനിക്ക് കുറച്ച് പൈസ വേണം. എന്റെ കയ്യിലെ പൈസ ഞാൻ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണത്. എടാ, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, തറവാട്ടിൽ നിന്ന് തരാനാ പറഞ്ഞത്. അങ്ങനെ തറവാട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രം കുത്താളല്ല. എടാ, തറവാടിത്തരെന്നൊക്കെ പറയാൻ നിനക്ക് എന്താ കഥയാണത്? എന്താണ് ഈ തറവാട്ട്? തന്നെ പാരം കൊണ്ടു എന്താണത്? നിന്റെ ഭാര്യ ചേച്ചിന് കല്യാണം കഴിഞ്ഞല്ലേ? ഏട്ടന്റെ സ്ഥാനങ്ങളാ എന്റെ സ്വത്ത് വേണേ. ഞാൻ പാരമ്പര്യം എന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറയണ്ട. എന്റെ അച്ഛനും ചേട്ടന്മാരും തീയന്മാരുടെ കൂടെ കുളമ്പിൽ പോയിട്ട് തെങ്ങുമ്പോ കയറി കല്ല് നിർത്തി ഉണ്ടാക്കിയതാണ് എന്റെ പാരമ്പര്യ സ്വത്ത്. ഞാൻ എന്തോ കാണുന്നേ? ഇങ്ങനെ ഒന്ന് ഈ തറവാട്ടില് കിഴക്കണ ഉണ്ടായി കേട്ടിട്ടില്ല. മതി, രണ്ടുപേരും കൂടി ഒരേ കൂരയുടെ കീഴിലേക്ക് ഉറപ്പിച്ച് നിർത്തിക്കോ. ശേഖര, ഇറങ്ങിക്കോ ഇവിടുന്ന് ഇപ്പൊ തന്നെ. കൈപ്പുള്ള സംബന്ധക്കാർ തമ്മിൽ അടിയായത്. സരസ്, ഇറങ്ങിക്കോ. എങ്ങോട്ടെങ്കിലും. പ്രശാന്തന്റെ ഒപ്പമാണ് ഗോപാലൻ. ഒരാള് ചിങ്ങത്തിലും മറ്റാള് മകരത്തിലും. ഗോപാലൻ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. കുറച്ച് കഴിക്കും പഠിക്കാനൊക്കെ അവന് നടക്കുന്നില്ല. മോഹൻ തന്നെ But Mr. Jain, sorry sir, we have certain principles. അത് വിട്ടിട്ടുള്ള ഇടപെടലൊന്നും ഇവിടെ want. Yes sir. പരമു. Yes sir. അഗ്രിമെന്റിൽ 36% എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് മാറ്റാം.
മാറ്റാതെ പറ്റില്ല. അത് മാറ്റാനുള്ള വഴികൾ എഗ്രിമെന്റിൽ കണ്ടിട്ടില്ലേ? നല്ല ഓർമ്മയില്ല സാർ. എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. കോപ്പി കൂടി ഉണ്ട്. നമുക്ക് വഴിയുണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ലീഗൽ അഡ്വൈസർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്ത് കാര്യം? ആ പെട്ടികൾ ഇനി മന്ത്രി അവരവിടെ നിന്നും പോന്നിട്ട് എത്ര നേരമായി? റാസ്കൽസ് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വൈഫ് കൂടെ ഇല്ലല്ലേ? അവരുടെ കട്ടക്കിൽ സെമിനാറിന് വേണ്ടി അടുത്ത മാസം സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന കോൺക്ലേവിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പങ്കെടുക്കും. കുള്ളോഷി കമ്പനിയുമായിട്ടുള്ള കരാർ അവിടെ വെച്ച് സൈൻ ചെയ്യാം. എന്നായിരുന്നു അത്? Sorry sir. Can you tell me the date please? Yes, next level. ആരാ? എന്താ? ആരാ? ഏ? എന്താ? ആ, ഞാൻ കിടശ്ശേരിയിൽ നിന്ന് വരികയാണ്. പേര് ഗോപാലൻ. ഓഫീസിലേക്ക് ഓഫീസിലേക്ക് വരൂ. ഒരു കത്തുണ്ട്. അച്ഛന്റെ കയ്യിൽ കൊടുത്താൽ മതി. സാറിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്താൽ മതി. വലിയ മകൻ തന്നതാ. അച്ഛൻ ഇപ്പോൾ വരും. സാറിപ്പോ വരും. നടക്കാൻ പോയിരിക്കുകയാണ്. നടക്കാൻ പോയിരിക്കുക. हाँ जल्दी कर आओ आओ संभाल के इधर को ध्यान से आओ आओ जल्दी करना रखो एक्टर नहीं रे देखो अरे अरे ये पकड़ो हाँ रखो अरे इधर रखो क्या अभी चलो ना जाओ जाओ टाइम वेस्ट मत करना जा 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 क्या साहब നോക്കുന്നു जा जा जल्दी चलना अरे नो सर മൂന്ന് പേരെ 2 മണിക്കൂർ നേരത്തെ പടിയാണിത് How would it is heavy എന്ന ടിവി പ്രോഗ്രാമിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ സർ ഓ യെസ് സർ നല്ല പ്രോഗ്രാമാണ് ഇറ്റ് വാസ് വെരി ഗ്രാൻഡ് ആൻഡ് വെരി എഡ്യൂക്കേറ്റീവ് പക്ഷെ വൈകിട്ട് 6:30 കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ശരിയായ രീതിയിലെടുത്താൽ ഒരു സാധനവും ഭാരമുള്ളതായി തോന്നില്ല തെറ്റായ രീതിയാണെങ്കിൽ ചെറിയ സൂട്ട്കേസിന് പോലും ഒടുക്കത്തെ ഭാരമായിരിക്കും നമ്മുടെ ഫാക്ടറിയിലെ വർക്കേഴ്സിന് ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അങ്ങനെയാണെങ്കിൽ ഒരു ഡെമോ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം സർ ഓക്കേ പെട്ടി എടുക്കൂ പെട്ടി എടുക്കാൻ കാണുമല്ലോ ആ കാരണം കുറവാണ് ഓക്കേ ഈ പെട്ടി എടുക്കൂ ഒരുമിച്ച് ടുഗദർ മാൻ യാ എങ്ങനെയത് ഈ പെട്ടി എടുക്കുക ഇവിടെ വെക്കുക എന്നിട്ട് നിങ്ങൾ എടുക്കുക അത്രേ ഉള്ളൂ Come on. ഔ രണ്ട് പെട്ടികൾ എടുക്കൂ ഇനി അതെടുത്ത് തലയിൽ
ഓക്കെ സാർ. ഇതോ തന്റെ തലയിലല്ല. ഛേ, സോറി സാർ. എന്റെ തലയിലല്ല. സോറി സാർ. അയ്യോ. Excuse me, sir. Yes. If you don't mind, please call me Jairaj. Sure, Mr. Jairaj. Thank you, sir. ഓ, സാറിന്റെ ഫാദർ വരാൻ സമയമായില്ലേ? അയ്യോ, അച്ഛൻ വരാൻ വൈകുന്നു. കുൽക്കർണി സാറുമായിട്ടുള്ള മീറ്റിംഗ് ഏകദേശം 1 മണിക്കൂറോളം വൈകാൻ സാധ്യതയുണ്ട് സാർ. നമുക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛനെ കാണാം. അതായിരിക്കും നല്ലത്. So let us go now. ഓക്കെ സാർ. അയ്യോ അതെ പിടിക്കോ Happy birthday, Ajina, for the meeting. ഓ, Yo, what is it? first we are going to rain train going. We should change that to rain train come again. That is the first thing, sir. ശാന്തന്റെ ഒപ്പാണ് ഗോപാലൻ. ഒരാള് ചിങ്ങത്തിലും മറ്റാൾ മകരത്തിലും. അമ്മുക്കുട്ടിയുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. രാമകൃഷ്ണൻ നായർ കിടപ്പിലായിട്ട് വർഷങ്ങളായി. ചികിത്സയ്ക്കും മറ്റുമായിട്ട് ഉള്ളതൊക്കെ വിറ്റ് തുലച്ചു. ഈ കടം കഴിഞ്ഞു പോയി തന്നെ എങ്ങനെയാണ് അങ്ങനെ എന്നത് ഗോപാല പെട്ടി കിട്ടിയില്ലേ? എന്ത് പറ്റിയ? കണം നോക്കാൻ നല്ലതാ. ആര്? ഇവിടുത്തെ പ്രശാന്ത് സാറും പിന്നൊരു കുട്ടി ചാത്തനും. നീ പറഞ്ഞത് നേരാ. അവനൊരു വാലിന്റെ കുറവല്ലേ? ഏയ് അവന് വാലുണ്ട്. ഇതോ, നീ കണ്ടോ? പിന്നെ എന്നിട്ട് എന്നിട്ടെന്താ അവര് പോയി. പോയോ? ആ വാ, നമുക്ക് ഇറക്കരുത്. അമ്മയെ കൈക്കോട്ടെ. നല്ല കരണ്ട്. മെല്ലെ മെല്ലെ അമ്മേ അയ്യോ അമ്മേ കിരീടൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് വെക്കുന്ന ഓ ഇനി ഇതെടുത്ത് നമുക്ക് അകത്തേക്ക് വെക്കാം. ഞാനാ എന്താന്ന് തോന്നാൻ അത് മനുഷ്യപ്പെട്ടില്ലാതെ നമുക്ക് മനുഷ്യരല്ലേ? സഹായിക്ക്. അതെടുക്ക. അത് നിങ്ങളുടെ അപ്പൊ അതോ ഇത് അങ്ങനെ ഓ അമ്മേ അവിടെ നോക്കി നിൽക്കുക. ഇങ്ങോട്ട് വരിക വരുന്നിയ ഇങ്ങോട്ട് വരിക. അതെടുക്കുക. മറ്റൊരു എടുക്കുക. കേട്ടു. ഇനിയുണ്ട് തുള്ളിച്ചാടി വരാം. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒട്ടിക്ക് ഞാൻ വരിക ഇങ്ങോട്ട് വരിക. അപ്പൊ കഴിഞ്ഞില്ലേ? എനിക്ക് വേണ്ട. എന്താ ഗോപാല? നേരത്തെ ഒരെണ്ണം കുടിച്ചു. ഞാൻ എന്താ വേണ്ടേ? മുഴുവൻ കുടിക്കുക. അത്ര തന്നെ. അതല്ല പിന്നെ ആരും ഒന്നും പറഞ്ഞ
പറഞ്ഞില്ല. എന്തായാലും ഗോപാല പറഞ്ഞ മനസ്സിലാവാത്തെ? ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാവാത്തെ? ശേഖർ സാർ തത്സമയം വന്ന് പറഞ്ഞ് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു, നിന്റെ കാര്യങ്ങൾ ഈ ഉണ്ണീഷിനെ ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. ആര്? ഉണ്ണികൃഷ്ണൻ ഗുണമു നിന്റെ പേരെന്താ? ഗോപാലൻ. ആ ഗോപാലന്റെ കാര്യം ഞാൻ ഏറ്റു അത്ര ഉണ്ട്. നാട്ടിൽ കൊയ്ത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗോപാല? വീട്ടിലിപ്പോ കൃഷിയൊന്നുമില്ല, ഒക്കെ വിറ്റു. ഇതെന്താ അങ്ങനെ? പണിയിപ്പിക്കാൻ പറ്റണ്ടായി, പിന്നെ കുറച്ച് കടമായി. എന്നാലും ആ ചെണ്ട ഇപ്പോഴും അവിടെ ഇല്ലേ? ഇല്ല, അതും വിറ്റു. കൈക്കുമ്പിള്ള ചെണ്ടമല എന്റെ അരങ്ങേറ്റം മംഗലകാവിനടുത്താണോ വീട്? വീട്ടുപേരോ? മംഗലശ്ശേരി. മംഗലശ്ശേരിയാ? അപ്പോ ഇവിടുത്തെ ശേഖർ സാറിന്റെ ഏട്ടന്റെ മോനാ ഞാൻ. എന്റെ പേര് പരമോന്നല്ല, പരമേശ്വരൻ എന്നല്ല. ഇവിടെ ആദ്യം വന്ന വെപ്പുകാരന്റെ പേരാ പരമോ. പിന്നെ ഇവിടെ വന്ന് പെടുന്ന പണിക്കാരെ ഒക്കെ ഇവിടെ ഉള്ളവർ പരമൂന്നാ വിളിക്കുക. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഗോപാലനെക്കാളും 5-6 വയസ്സിന് മുമ്പുണ്ട് എനിക്ക്. ഗോപാലൻ തന്നെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചാൽ മതി. കുടിക്കേ കുടിക്കേ. ഞാനിതൊന്നും അറിഞ്ഞില്ല ഉണ്ണിയേട്ടാ. അതൊന്നും കുഴപ്പമില്ലടോ. അതെ, 2 ആഴ്ച സാധകം ചെയ്ത എനിക്ക് ഇപ്പോഴും പ്രായം ഉണ്ടാവും. അകത്തേക്ക് വിളിച്ചോണ്ട് പോ. ഒന്ന് വിളിക്കാനില്ല ഏട്ടാ. കൊണ്ടോണ്ട ദിവസല്ലേ? ഇതിനു മുമ്പ് ഞാനൊരു കത്ത് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുക.
തലശ്ശേരി വിട്ടു പോണത് ബോംബെ പോലുള്ള ഒരു സ്ഥലത്തേക്ക്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. എന്തൊക്കെയായാലും എത്രയായാലും ഇഷ്ടം തമ്മിലുള്ളത് ഇല്ലാണ്ട് ആവില്ലല്ലോ. ദിവസവും വിചാരിക്കും മടങ്ങി എത്തിയാണ്. വെറുതെ തോന്നുന്നതാ സരസേ. ഇനി വയ്യ ഈ നടത്തം. എന്ത് വന്നാലും നടത്തം നിർത്തരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എന്താ സരസേ ഇത് കുട്ടികളെ പോലെ? പരമോ, ജയരാജൻകുട്ടി പ്രശാന്ത് വരാന്ന് പറഞ്ഞിരുന്നല്ലോ. അവര് വന്നിരുന്നു. പരമോ, ജയരാജൻ പ്രശാന്ത് വന്നിരുന്നോ? വന്നിരുന്നു. എന്നിട്ട് എന്നെ കാണാൻ പോയത്? കടലാസ് വല്ലതും തന്നിരുന്നോ? നാളത്തെ സ്പീച്ച് തയ്യാറാക്കിക്കൊണ്ടിരുന്നല്ലോ ആനുവൽ മീറ്റിംഗിനുള്ളത്. സരസേ, നാളെയാണ് ആനുവൽ മീറ്റിംഗ്, നമുക്ക് പോണം. സരസേ, നാളെ ആനുവൽ മീറ്റിംഗ് നമുക്ക് പോണെന്ന്. എനിക്ക് വയ്യ. അതെങ്ങനെയാ ശരിയാവുക? ചെയർമാനും ഭാര്യയും മീറ്റിംഗിന് പോയില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്താ പറയാ? എനിക്ക് വയ്യ. വരുന്നെന്താ അവിടെ നിൽക്കണേ? ഒരു ചായ കൊണ്ടുവരൂ. ചായയല്ലേ ഇരിക്കണത്? പിന്നെന്തിനാ പരമ്പൂടെ നിൽക്കണേ? അത് പരമൊന്നല്ല. ആരാ? ആരാ? എന്താ വേണ്ടത്? ഞാൻ ശരിന്ന് വരാണ്. കൈമുമ്പിളിലാണ്. ഗോപാലൻ ഒരു കത്തുണ്ട്. പ്രശാന്തിന് കൊടുത്താൽ മതി. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഇവിടെ തന്നാ മതി എന്നാ പറഞ്ഞത്. കൈക്കുമ്പോഴെന്ന് പറഞ്ഞോ? കൈക്കുമ്പിളെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു എഴുത്തിന്റെ എത്ര? എന്താ എഴുത്ത്? സരസ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ആ, നാളെ മീറ്റിംഗിന് വരുമ്പോഴേ ആ പുതിയ നീലസാരില്ല അതെടുത്താൽ നാളെ എന്താ? നാളെ തരണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ആനുവൽ മീറ്റിംഗ് നമുക്ക് പോണം. എനിക്ക് വയ്യ. ഇതൊക്കെ വെറുതെ തോന്നുന്നതാ. കണ്ടില്ലേ എന്റെ കൈ ഇങ്ങനെ വറക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ വെറുതെ തോന്നുന്നതാ സരസ. പരമ എന്താ അവിടെ നിൽക്കുന്നത്? ഇതുണ്ടല്ലോ, ഇത് പരമല്ല. പിന്നെ ആരാ? അതെ, കൈക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞോ? കൈക്കുമ്പിളെന്ന് പറഞ്ഞു. ഒരു എഴുത്തിന്റെ അത്രേ ഉള്ളൂ. പരമ എന്താ അവിടെ നിൽക്കണേ? എടാ നായെ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി വരാൻ പാടില്ല. സോറി, നമുക്ക് അകത്ത് പോയിട്ട് കുറച്ചു നേരം വിശ്രമിക്കാം. ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിക്കാം. കഴിച്ചോളൂ. ഡാഡി, മോളെ, അമ്മേനെ ആദ്യം കൂട്ടിക്കൊണ്ടു. ഡാഡി ലഗേജ് ടെലികാസ്റ്റ് അല്ലേ? എന്ത് ടെലികാസ്റ്റ്? വീഡിയോ. ഓ, ഞാനത് മറന്നു. കമോൺ സുരേഷ്, സുമേഷ്, വാട്ട് യു ഡു? എന്നോട് ക്ഷമിക്കണം. ഞാനിനി മനസ്സിരുത്താം.
നാളെ പുതിയ നീലസാരി ഉടുക്കാം. പരമൊന്നും ഇങ്ങോട്ട് വരുമോ? എന്നെ ഒന്ന് പിടിക്കേ. മതി, ഞാനിനി തനിയെ നടന്നോളാം. എന്തൊക്കെയായാലും എത്രയായാലും രക്തബന്ധമെന്നുള്ളത് ഇല്ലാതെ ആവില്ലല്ലോ. എന്തൊക്കെയായാലും എത്രയായാലും രക്തബന്ധം എന്നുള്ളത് ഇല്ലാതെ ആവില്ലല്ലോ. ഞാൻ പോവാണ് ഉണ്ണിയേട്ടാ. എവിടേക്കെങ്കിലും ചതിക്കല്ലേ ഗോപാല, അതൊന്നും സാരില്ല. ഇങ്ങോട്ട് വരൂ. പെട്ടി അകത്തേക്ക് വരൂ. ഉണ്ണിയേട്ടാ, അതെങ്ങനെയാണ് ഉണ്ണിയേട്ടാ? എങ്ങനെയാച്ചാ നടന്നിട്ട്, അല്ലാണ്ട് എങ്ങനെയാ? അതല്ല, പിന്നെ ഇവിടെ ആരും ഒന്നും പറയാണ്ട്. എന്താ ഗോപാല, അതൊന്നും സാരില്ല. ഞാൻ പറഞ്ഞില്ലേ. എന്റെ പെട്ടി ഉണ്ണിയുടെ പെട്ടി തരും. എന്റെ അമ്മേ, ഞാൻ എന്ത് വേണ്ടേ? ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് വരിക. കണ്ണടക്ക. ഞാനൊരു സൂത്രം വിളിച്ചു. ഈ ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞ ചിലർക്കൊക്കെ ഭയങ്കര പേടിയാ. അത്രയ്ക്കൊന്നുമില്ല. ആർക്ക് എപ്പോഴൊക്കെ ചായ കാപ്പി ഊണ് ഒക്കെ ഇതിലുണ്ട്. ഗുളിക പ്രത്യേകം ശ്രദ്ധിക്കണം. 12 രൂപ വണ്ടി. നീ പറയണേ അതൊന്നും കുഴപ്പമില്ലാന്ന്. എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോവാന്ന് പറയുന്നത് ഇപ്പ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പോയിട്ട് വേഗം നിങ്ങളുടെ പോവാണോ? കലക്കില്ലോ. ഇനിയിപ്പോ എല്ലാം നീ പരമു തന്നെയാ. അരുതുണ്ണിയേട്ടാ, ഇനിയിപ്പോ ഞാൻ തിരിച്ചു വന്നാലും ഒരു കുഴപ്പമില്ല. ഒരു ഹെൽപ്പർ വേണമെന്ന് ഞാൻ ശേഖർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 രൂപന്റെ വണ്ടിയിൽ പോയാ മറ്റന്നാൾ കാലത്ത് നാട്ടിലെത്താം. റിസർവേഷൻ ഇല്ലെങ്കിലും
ഞാൻ പോകുന്നു. അതെങ്ങനെയത്? നിന്നിട്ടായാലും പോയി കൊള്ളടാ. അതല്ല പിന്നെ ഞാൻ അള്ളിപ്പിടിച്ച് നിന്നാലും പൊക്കോളാൻ നോക്കടാ. മറ്റന്നാ തുടങ്ങി സാധകം ചെയ്ത താലപ്പൊലിക്ക് മംഗലശ്ശേരി ഉണ്ണികൃഷ്ണന്റെ തായമക. നീ എന്താ കഴിച്ചു നോക്കണേ? ഞാൻ 2 ദിവസം കഴിഞ്ഞൊക്കെ ശരിയാവും. സംസാരിച്ച് എന്റെ വണ്ടി പോകൂട. ഞാൻ പോട്ടാ. ഉണ്ണേട്ടാ, എത്ര കാലായടാ ഞാൻ പോട്ടടാ. ഗോപാലനെ ഞാൻ അങ്ങോട്ട് അയക്കുക. അവന്റെ വലിയച്ഛനും വലിയമ്മയും ഏട്ടനും അനിയത്തിയും ഒക്കെയാണല്ലോ അവിടെ എന്നതാണ് ഒരു സമാധാനം. ഗോപാലൻ പാവമാണ്. അവനെ നല്ലൊരു നിലയിലാക്കണം. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം വല്യേട്ടൻ.